ഹായ്, ഒരു ബിസിനസ് ഇങ്ങനെ വളർന്നു വരുന്നത് കാണാൻ എന്തൊരു രസാണല്ലേ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആ വളർച്ച തന്നെ ആ ബിസിനസിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ബെഞ്ചമിൻ ഹാർഡിയുടെയും ബ്ലേക്ക് എറിക്സന്റെയും പുസ്തകത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ ശരിയായി സ്കെയിൽ ചെയ്യാം, അതായത് തകർന്നു പോകാതെ വളരാം എന്നതിന്റെ ശാസ്ത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏതൊരു ബിസിനസ് ലീഡറും അല്ലെങ്കിൽ സംരംഭകനും സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നിങ്ങളുടെ സ്ഥാപനം വലുതാകുന്നുണ്ടാവാം, സെയിൽസ് കൂടുന്നുണ്ടാവാം, പക്ഷെ ആ വളർച്ചയെ താങ്ങാനുള്ള ശക്തി നിങ്ങളുടെ സിസ്റ്റത്തിനുണ്ടോ? അതോ ചെറിയൊരു കാറ്റടിച്ചാൽ വീഴുന്നൊരു ചീട്ടുകൊട്ടാരം പോലെയാണോ അത്? അപ്പോ എന്താണ് ഈ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ? കൂടുതൽ ആളുകളെ വെക്കുക അല്ലെങ്കിൽ കൂടുതൽ ഓഫീസുകൾ തുറക്കുക എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അതല്ല ശരിക്കുള്ള അർത്ഥം. വളരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും താങ്ങാൻ കഴിയുന്നത്ര ശക്തമായ സിസ്റ്റങ്ങളും നല്ലൊരു ചിന്താഗതിയും ഒരു പോസിറ്റീവ് കൾച്ചറും ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതൊരു കല മാത്രമല്ല, ഒരു ശാസ്ത്രം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് കമ്പനികൾ വളരാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നത്? കാരണം അവർ വീണ്ടും വീണ്ടും ഒരേപോലുള്ള ചില കെണികളിൽ ചെന്നു വീഴും. നമുക്ക് ഏറ്റവും സാധാരണയായി കാണുന്ന 5 പ്രധാന കെണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 കെണികൾ. പക്ഷേ ഈ 5 മതി ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയെ പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ. ഇത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയാം. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരുപക്ഷെ ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് നന്നായി പരിചയം തോന്നും. ശരിയായ ഒരു പ്ലാനിങ്ങോ സിസ്റ്റമോ ഇല്ലാതെ പുതിയ പ്രോജക്റ്റുകൾക്ക് പിന്നാലെ ഓടുക, ദിവസം മുഴുവൻ ഭയങ്കര തിരക്കിലായിരിക്കും. പക്ഷെ അവസാനം നോക്കുമ്പോൾ ഒരു പുരോഗതിയും ഉണ്ടാവില്ല. പിന്നെ വളർച്ചയുടെ തിരക്കില് നമ്മൾ എന്തിനാണ് ഈ കമ്പനി തുടങ്ങിയതെന്നുള്ള ആ ഒരു കൾച്ചർ തന്നെ മറന്നുപോകും. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് ആർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. ഇതിലേറ്റവും കോമൺ ആയിട്ടുള്ളൊരു കെണിയാണ് വെറുതെ തിരക്കിലിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ തിരക്കിനെ പുരോഗതിയായി തെറ്റിദ്ധരിക്കും, അല്ലേ? പക്ഷെ എന്താണ് ശരിക്കുള്ള വ്യത്യാസം? തന്ത്രപരമായ ജോലിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ടാകും. അത് നമ്മുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും. എന്നാൽ വെറുതെയുള്ള തിരക്ക് നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കുകയുള്ളൂ, അവസാനം ബേൺ ഔട്ടിലേക്ക് നയിക്കുകയും ചെയ്യും. ശരി, അപ്പോ ഈ കെണികളിലൊന്നും വീഴാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന് നമ്മുടെ ചിന്താപതിയിലൊരു മാറ്റം വരുത്തണം. പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാതെ എങ്ങനെ വ്യക്തമായൊരു വഴി കണ്ടെത്താം എന്ന് ചിന്തിച്ചു തുടങ്ങാം. നമ്മൾ മാറ്റേണ്ട ആദ്യത്തെ ചിന്ത ഇതാണ്. പെട്ടെന്ന് വലുതാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുൻപ് നമ്മുടെ സിസ്റ്റംസ് എത്രത്തോളം ശക്തമാണെന്ന് ചിന്തിക്കുക. ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് നമ്മളതിന്റെ അടിത്തറയല്ലേ ഉറപ്പിക്കുന്നത്? അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ആദ്യം പ്രവർത്തന രീതികളും പ്രോസസ്സുകളുമൊക്കെ ശക്തമാക്കുക, എന്നിട്ട് വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുക. പലരും കമ്പനി കൾച്ചറിനെ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമായാണ് കാണുന്നത്. പക്ഷെ സത്യത്തിൽ അതാണ് നിങ്ങളുടെ കമ്പനിയുടെ നട്ടെല്ല്. വളർച്ചയുടെ സമയത്ത് ശരിയായ ആളുകളെ ടീമിലേക്ക് കൊണ്ടുവരാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും ശക്തമായൊരു കൾച്ചറിന് മാത്രമേ സാധിക്കൂ. ഒരു ലീഡർ എല്ലാം സ്വന്തമായി ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? ആ ലീഡർ തന്നെയാവും ആ കമ്പനിയുടെ വളർച്ചയിലെ ഏറ്റവും വലിയ തടസ്സം. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. നിങ്ങളുടെ ടീമിനെ വിശ്വസിക്കുക, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുക, ഫലങ്ങളുണ്ടാക്കാൻ അവരെ പഠിപ്പിക്കുക, അവരെ ശാക്തീകരിക്കുക. ഓക്കെ, ഇത്രയും നേരം നമ്മൾ തിയറി സംസാരിച്ചു. പക്ഷെ ഇതെങ്ങനെ പ്രായോഗികമാക്കും? അതിനായി ഇതാ വളരെ ലളിതമായ ഒരു 5 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ. ഇതൊരു കൃത്യമായ റോഡ് മാപ്പ് പോലെ കാണാം. ഒന്നാമതായി, നിങ്ങളുടെ നിലവിലുള്ള സിസ്റ്റങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിച്ച് ഓരോ ജോലിക്കും കൃത്യമായ ഒരു രീതി, അതായത് SOP ഉണ്ടാക്കുക. രണ്ടാമതായി, OKRകൾ ഉപയോഗിച്ച് എല്ലാവർക്കും വ്യക്തമായ ലക്ഷ്യങ്ങൾ കൊടുക്കുക. മൂന്നാമതായി, നിങ്ങളുടെ കമ്പനിയുടെ പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ച് അത് എല്ലാവരിലേക്കും എത്തിക്കുക. നാലാമതായി, ആര് എന്ത് ചെയ്യണം എന്നതിൽ ഒരു സംശയവും ഉണ്ടാകരുത്. അവസാനമായി, നിങ്ങളുടെ വളർച്ച കൃത്യമായ ഡേറ്റ ഉപയോഗിച്ച് അളക്കുക. ചുമതലകൾ ആർക്കൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ റാസി മോഡൽ. അതായത് ഒരു ജോലി ആരാണ് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ, ആ ജോലിയുടെ ഫലത്തിന് ആരാണ് ഉത്തരവാദി, അക്കൗണ്ടബിൾ, ആരുടെയെല്ലാം അഭിപ്രായം തേടണം, കൺസൾട്ടഡ്, ആരെയാണ് വിവരങ്ങൾ അറിയിക്കേണ്ടത്, ഇൻഫോംഡ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പങ്ക് കൃത്യമായി നിർവചിക്കാൻ ഇത് സഹായിക്കും. ഇത് ടീമിലെ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് കുറയ്ക്കും. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം പ്രധാന ആശയം എന്താണ്? പെട്ടെന്ന് വലുതാകുക എന്നതിലല്ല കാര്യം,
മറിച്ച് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്ന, കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു വളർച്ചയുണ്ടാക്കിയെടുക്കുന്നതിലാണ്. അതാണ് യഥാർത്ഥ വിജയം. ഒന്നോർക്കുക, സ്കെയിലിംഗിന്റെ ശാസ്ത്രമെന്ന് പറയുന്നത് കുറെ നിയമങ്ങളുള്ള ഒരു പുസ്തകമല്ല. അതിലുപരി ഉത്തരവാദിത്വത്തോടെയും സുസ്ഥിരമായും എങ്ങനെ വളരാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുതിയ ചിന്താരീതിയും ഒരു വഴികാട്ടിയുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ ബിസിനസ് വെറുതെ വലുതാവുകയാണോ, അതോ നിങ്ങൾ ശരിക്കും ശാസ്ത്രീയമായി സുസ്ഥിരമായി സ്കെയിൽ ചെയ്യുകയാണോ? ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിതല്ലേ?